ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. പ്രധാനമായിട്ടും യു എയിലോട്ട് ഡ്രൈവിംഗ് ജോബ്സിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഫീൽഡ്, ടെക്നീഷ്യൻ ഫീൽഡ് പോലുള്ള ജോബ് വേക്കൻസികളും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ വന്നിരിക്കുന്ന ജോബ് വേക്കൻസികൾ ഏത് കമ്പനിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനാറ്റ എന്ന് പറയുന്ന കമ്പനിയിലോട്ടാണ് ഇപ്പോൾ ഈ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഡോക്യുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതായത് നിങ്ങൾക്കൊന്നെങ്കിൽ യു എ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ GCC കൺട്രീസിലുള്ള ഏതെങ്കിലും ഒരു കൺട്രിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നും അവർ പ്രധാനമായിട്ട് ചോദിക്കുന്നില്ല. മെയിനായിട്ട് നിങ്ങളൊരു 10th ഒക്കെ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഡിനാറ്റ കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡിനാറ്റ കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിനാറ്റയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കരിയർ പേജ് ഓപ്പണായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് വേക്കൻസീസ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ആദ്യം കാണുന്ന വേക്കൻസീസ് എന്നുള്ള ഓപ്ഷനാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേയധികം ജോബ് വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് തന്നെ ഡ്രൈവിംഗ് ജോബ്സിന് വേണ്ടിയുള്ള വേക്കൻസീസും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ആ ജോബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് പർപ്പസ് എന്ന് പറയുന്ന ഓപ്ഷനായിരിക്കും ആദ്യം കാണുന്നത്. അതിനുശേഷം ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് 10th ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് 2 to 4 ഇയേഴ്സും, പിന്നെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ GCC ലൈസൻസ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ തന്നെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഈ ഡിനാറ്റയുടെ ജോബ് വേക്കൻസികൾ, അതായത് ഡ്രൈവിംഗ് ജോബ് വേക്കൻസികളും അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഫീൽഡിലുള്ള ജോബ് വേക്കൻസികൾ, അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഫീൽഡിലുള്ള ജോബ് വേക്കൻസികൾക്കൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. അതായത് യു എയിലോട്ടൊക്കെ ജോബ് സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ CVയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കവറിംഗ് ലെറ്ററും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള നിങ്ങളുടെ ബയോഡാറ്റ അടങ്ങിയിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിക്കുള്ള കവറിംഗ് ലെറ്ററും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ശരി ഗൈസ്, ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ ജോബ് വേക്കൻസികളും അതുപോലെ തന്നെ UAE അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.